ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വിവാദ സർക്കുലർ പിൻവലിച്ച് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. ചൊവ്വാഴ്ച സർവകലാശാലയിൽ ഗവർണർ വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സർക്കുലർ. ഗവർണർ എത്തുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ചടങ്ങ് തീരുന്നതുവരെ അനാവശ്യ ചലനങ്ങൾ പാടില്ല തുടങ്ങിയവയായിരുന്നു വിചിത്ര നിർദ്ദേശങ്ങൾ. ഇസത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇസത്ത്, ഈ ജനങ്ങളുടെ, ഈ കാണികളുടെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പോലും കയറുന്ന തരത്തിലായിരുന്നു ആ നിർദ്ദേശം ഉണ്ടായിരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും രുചീഷ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു സർക്കുലറാണ് ഇന്നലെ കാലടി സർവകലാശാല പുറത്തുവിട്ടിരുന്നത്. പ്രധാനമായിട്ടും അതിൽ പറയുന്നത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഒരു പരാമർശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. അതായത് ഗവർണർക്ക് ഒരു രാജകീയ പദവി നൽകുന്നത് പോലെ ഗവർണർ വരുമ്പോൾ അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കണം, കയ്യടി നിയന്ത്രിച്ച് മാത്രം, അല്ലെങ്കിൽ ഗവർണർ പോകുന്നത് വരെ ആ റൂമിൽ നിന്നും ആരും പോകരുത് എന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. അത് ഇന്നലെ പുറത്തു വന്നതോടുകൂടി വലിയ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് വിമർശിച്ച ഒരു സർക്കുലർ കൂടിയായിരുന്നു അത്. അതാണ് ഇപ്പോൾ കാലടി സർവകലാശാല പിൻവലിച്ചിരിക്കുന്നത്. പുതുക്കിയ ഒരു സർക്കുലർ ഇന്ന് ഉച്ചയോടുകൂടി പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ചയാണ് ഗവർണർ കാലടി സർവകലാശാലയിൽ ആദിശങ്കര കോളേജിൽ എത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ സർക്കുലർ ഇറങ്ങിയിരുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ പുതുക്കിയ സർക്കുലർ പുറത്തു വരും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. രുചീഷ്. ശരി സർ.